റോബിൻജി നമസ്കാരം. നമസ്കാരം. നമ്മളെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടൊരു കമന്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരാൾ ഇതെല്ലാം കേട്ടതിന് ശേഷം പറയുകയാണ്, ഒരുവൻ ലോട്ടറി ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ അവന് ഒരു ലോട്ടറി കളഞ്ഞു കിട്ടി, ആ ലോട്ടറിക്ക് 1ാം സമ്മാനം അടിക്കുന്നു, അത് ഏത് തരം ഭാഗ്യമാണെന്ന് ഈ ശശികുമാർ പി കെ എന്ന് പറഞ്ഞ ഒരാളാണ് കമന്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. ശശികുമാർ പി കെ ചോദിച്ചതിനകത്ത് നല്ല ചോദ്യമാണ്, നല്ല സംശയമാണ്. ഇങ്ങനെ കിട്ടുന്നത് ഭാഗ്യമല്ലേ എന്നാ അയാൾ വിചാരിക്കുന്നില്ലല്ലോ. സത്യത്തിൽ ഇത് ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യം. ഇതിനെ ആക്സിഡന്റൽ ഫോർച്യൂൺ എന്നാണ് വിളിക്കുക. ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കുക. നമ്മൾ ആക്സിഡന്റ് എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുക? നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും? അറിയാൻ പറ്റില്ല. അതാണല്ലോ ആക്സിഡന്റ്. അപ്രതീക്ഷിതം എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അത് കളഞ്ഞു കിട്ടിയത് വേറൊരാളുടെ കയ്യിലായിരുന്നെങ്കിലും അയാളുടെ ഫോർച്യൂൺ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇയാൾക്ക് ഫോർച്യൂൺ ഇല്ല എന്ന് പറയാൻ പറ്റും. അത് കളഞ്ഞു കിട്ടിയത് അയാളെ കണ്ണിൽ പെട്ടുകൊണ്ടാണ്. അപ്പൊ കണ്ണിൽ പെട്ടത് അയാളെ ഭാഗ്യം കൊണ്ടല്ലേ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കോൾഡ് ആക്സിഡന്റ്. അത് യാദൃശികമായിട്ട് കിട്ടിയതാണ്. അല്ലാതെ അയാൾ അത് കൗതുകത്തിന്റെ പേരിൽ അതിനൊരു അട്രാക്ഷൻ ഉണ്ട്. ഒരു ലോട്ടറി ടിക്കറ്റ് ആണല്ലോ കിടക്കുന്നത്, എന്നാ പിന്നെ ഒന്ന് എടുത്ത് നോക്കിയേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കളഞ്ഞു കിട്ടിയ ഈ ലോട്ടറി ടിക്കറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചത് എടുത്തു എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ വിഷയത്തെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അയാൾ ആ ലോട്ടറി ടിക്കറ്റ്, ഞാനാണെങ്കിൽ ആ ലോട്ടറി ടിക്കറ്റ് ഒരിക്കലും എടുക്കില്ല. കാരണം എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഭാഗ്യം സമ്മാനം അടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയിൽ എവിടെയുമില്ല. അപ്പൊ അത് എവിടുന്ന് അയാൾക്ക് അത് എടുക്കാൻ തോന്നിയത്? എടുക്കാൻ തോന്നണ്ടേ? ഇത് നിലത്ത് കിടക്കുന്ന സാധനം എടുത്തിട്ട് അത് നോക്കണം, അത് സൂക്ഷിച്ചു വെക്കണം. ആ പ്രോസസ് ഇല്ലേ? ആ പ്രോസസ്സ് താല്പര്യമില്ലാത്ത ഒരാൾ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പൊ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? അതിന്റെ ഡേറ്റ് ആയിരിക്കും. ഇത് ലോട്ടറി വരാൻ പോകുന്ന ലോട്ടറിയാണ്, ഇതിന്റെ സമ്മാനം കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് നറുക്കെടുക്കാൻ പോകുന്ന ലോട്ടറിയാണ്, അപ്പൊ ഇത് സൂക്ഷിച്ചു വെച്ചേക്കാം. അപ്പൊ ലോട്ടറിയോട് ഒരു അട്രാക്ഷൻ അയാളുടെ ഉള്ളിലുണ്ട്.